നിങ്ങളുടെ ലൈക്സും കമൻറ്റും എവിടെ സേവ് ചെയ്യുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡ് ആൻഡ് ഡാറ്റാബേസ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫയർബേസിൻ്റെ ഫയർ സ്റ്റോറും അതുപോലെ ഫയർബേസിൻ്റെ റിയൽ ടൈം ഡാറ്റാബേസും യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറെ ഹയർ ചെയ്ത് ആ ബാക്ക് എൻഡ് ഡെവലപ്പർ ജാവ, C# ഇതുപോലുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ച് ബാക്ക് എൻഡ് APIs, അതായത് മൊബൈൽ ആപ്ലിക്കേഷന് ഡാറ്റ കിട്ടുന്ന APIs ചെയ്യാറുള്ളത്. എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഫയർബേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫയർബേസ് എന്ന് പറയുന്നത് ഒരു NoSQL ഡാറ്റാബേസ് ആണ്. ഫയർബേസിലാണെങ്കിൽ നമ്മൾ ബാക്ക് കോഡൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ മോസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡാണ്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സൈഡ് തന്നെയാണ്. ഈ ഫയർബേസിൻ്റെ അകത്ത് തന്നെ OTP ഓതൻറ്റിക്കേഷൻ, ഇമെയിൽ ഓതൻറ്റിക്കേഷൻ, ഡാറ്റാബേസ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഒരുപാട് കോംപ്ലക്സ് ആയ മൊബൈൽ ആപ്ലിക്കേഷൻസിനൊന്നും ഇത് സ്യൂട്ടബിൾ ആയിരിക്കില്ല.